ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ വീട്ടിലെത്തി അശ്വതിയെ കടന്നാക്രമിക്കാനായി ശ്രമിച്ച ജയേഷിന്റെ ആ പ്രവൃത്തിയിൽ അശ്വതിയെ ഭയന്ന് വിറച്ച് അവസാനം ജയേഷിനെ തന്റെ അരികിൽ നിന്ന് തട്ടിമാറ്റുന്നു. ജയേഷിന്റെ കയ്യിൽ നിന്ന് കുതിറിമാറുന്ന അശ്വതി ഉടനെ തന്നെ ബഹളം വെച്ച് അയാളെ തട്ടിമാറ്റുമ്പോൾ ഈ സമയത്ത് ശബ്ദം കേട്ടുകൊണ്ട് അടുക്കളയിലേക്ക് ശ്രീകുട്ടി ഓടിയെത്തുന്നു. അമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് ജയേഷിന്റെയും അശ്വതിയുടെയും ഇടയിലേക്ക് പാഞ്ഞെത്തുകയാണ് ശ്രീകുട്ടി. എന്റെ അമ്മയെ വിട എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുട്ടി ജയേഷിന്റെ കാലി പിടിക്കുമ്പോൾ ജയേഷ് കാലുകൊണ്ട് കുടഞ്ഞ് ശ്രീകുട്ടിയെ വലിച്ചെറിയുന്നു. അങ്ങനെ ശ്രീകുട്ടി നേരെ ചെന്ന് അവിടുത്തെ ആ ചേറിൽ തട്ടി നിലത്തേക്ക് വീഴുന്നു. അമ്മേ എന്നുള്ള ശ്രീകുട്ടിയുടെ നിലവിളി കേട്ട് പാവം അശ്വതി മോളെ എന്ന് വിളിച്ചു. ഉടനെ ജയേഷിനെ വീണ്ടും തന്റെ അരികിൽ നിന്ന് തട്ടി എറിയുകയാണ് അശ്വതി. കുഞ്ഞിനരികിലേക്ക് ഓടിപ്പോകാനായി ഒരുങ്ങുന്ന അശ്വതിയെ വീണ്ടും ബലമായി പിടിച്ചു നിർത്തുന്നു ജയേഷ്. അവസാനം ജയേഷിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊന്നുമില്ല എന്നറിയുന്ന അശ്വതി ഉടനെ തന്നെ തന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പ്രാണരക്ഷാർത്ഥം അവിടെ കറിക്ക് അരിഞ്ഞുകൊണ്ടിരുന്ന ആ കത്തി ഒരു വിധത്തിൽ എത്തി കൈക്കലാക്കുന്നു. അങ്ങനെ കത്തി കൈക്കലാക്കിയതിനു ശേഷം വേഗം തന്നെ ജയേഷിന്റെ തന്നെ പാഞ്ഞ് പിടിക്കാനായി വരുന്ന ആ ജയേഷിന്റെ കൈക്കിട്ട് ആ കത്തി കൊണ്ട് വെട്ടുകൊടുക്കുന്നു. ജയേഷിന്റെ കൈ വെട്ടി പരിക്കേൽപ്പിച്ചതിന് ശേഷം അശ്വതി വേഗം മോളുടെ അരികിലേക്ക് ഓടിയെത്തുന്നു. മോളെ മോളെ ശ്രീകുട്ടി എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുമ്പോൾ ജയേഷ് കലിയോടെ ശ്രീകുട്ടിയുടെയും അശ്വതിയുടെയും അരികിലേക്ക് ആ കത്തി കയ്യിലെടുത്തുകൊണ്ട് പാഞ്ഞോടിയെത്തുന്നു. ശ്രീകുട്ടിയോട് വേഗം അശ്വതി മോൾ ഓടിപ്പോയിക്കോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. ശ്രീകുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി കഴിയുമ്പോൾ അശ്വതി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജയേഷ് കത്തിയുമായി വീണ്ടും തന്റെ അരികിലേക്ക് വരുന്നു. അപ്പോഴേക്കും അവിടെ സ്റ്റാൻഡിൽ വെച്ചിരുന്ന ഒരു കലമെടുത്ത് അശ്വതി അയാളുടെ നേരെ വലിച്ചെറിയുന്നു. ജയേഷിന് കലം കൊണ്ട് ഏറ് കിട്ടിയപ്പോൾ ജയേഷ് പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴേക്ക് വീഴുന്ന സമയത്ത് കൈ വേദന കൊണ്ട് ജയേഷ് പൊളഞ്ഞു. വേഗം ഒരു വിധത്തിൽ ജയേഷ് അവിടെ നിന്ന് കയ്യിൽ ബലമായി ആ മുറിവിൽ കൈ പിടിച്ച് അമർത്തി പിടിച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് ആ മുറിവിനെ മുറുകെ പിടിച്ച് അമർത്തിക്കൊണ്ട് വേദന കടിച്ചമർത്തി ജയേഷ് എഴുന്നേറ്റ് വരുമ്പോൾ അശ്വതി വേഗം വീട്ടിൽ നിന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പുറത്തിറങ്ങിയ അശ്വതി അപ്പോഴാണ് എൻ്റെ മോള് എന്നുള്ള ചിന്തയുണ്ടായത്. അയ്യോ എൻ്റെ ശ്രീകുട്ടി എന്ന് വിളിച്ച് വീണ്ടും അകത്തേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴേക്കും ജയേഷ് പാഞ്ഞ് പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. കൈക്ക് നല്ല വെട്ടേറ്റത് കൊണ്ട് ജയേഷ് വേദന കാരണം അവിടെ അശ്വതിയുടെ പിന്നാലെ ഓടാൻ കഴിയാതെ കൈയുടെ വേദന കൊണ്ട് ജയേഷ് പതുക്കെ ആ മുറ്റത്ത് തന്നെ ഇരിക്കുന്നു. അപ്പോഴേക്കും അശ്വതി വീട്ടിൽ നിന്ന് ഭയത്തോടെ പാഞ്ഞ് പുറത്തേക്ക് ഓടി. അശ്വതി എവിടേക്കാണ് മോൾ ഓടിപ്പോയതെന്നറിയാതെ ആ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു. അപ്പോഴും ഇതൊന്നും അറിയാതെ പാവം അരുൺ മോൾക്കുള്ള ഒരു പാവയുമായി സമ്മാനം കൊടുക്കാൻ ഒരു ടെഡ്ഡി ബിയറിനെയും വാങ്ങിച്ചുകൊണ്ട് സന്തോഷത്തോടെ അതിനെ തൻ്റെ സീറ്റിൻ്റെ സൈഡിൽ വെച്ച് ചിരിച്ചുകൊണ്ട് മോളെക്കുറിച്ചൊക്കെ ഓർത്ത് അങ്ങനെ വളരെ സന്തോഷത്തോടെ അരുൺ അശ്വതിയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഈ സമയത്ത് അശ്വതിയുടെ വീട്ടിലേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ജയേഷിന് വെട്ടേറ്റ വിവരം ജയേഷ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കുകയും പോലീസ് കൃത്യസമയത്ത് അവിടേക്ക് എത്തുന്നു. പോലീസ് ജീപ്പ് വന്ന് കോൺസ്റ്റബിൾമാർ ജയേഷിനെ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു. അങ്ങനെ ജയേഷുമായി അവർ നേരെ ജീപ്പിലേക്ക് കയറുകയും ജയേഷിനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴേക്കും അരുൺ അവിടേക്ക് എത്തിക്കഴിഞ്ഞു. പോലീസുകാരെ കണ്ടതോടെ അരുൺ ഓടി അരികിലേക്ക് എത്തി. എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചതും അരുണിനോട് അതിൽ ലേഡി കോൺസ്റ്റബിൾ പറഞ്ഞു, അതെ ഇവിടെ ജയേഷ് സാറ് ആ സ്ത്രീയുടെ അടുത്ത് ചോദ്യം ചെയ്യാനായി ഒരു കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാനായി എത്തിയതാണ്. ആ സ്ത്രീ ജയേഷ് സാറിന്റെ കൈ വെട്ടി പരിക്കേൽപ്പിച്ച് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞു. അത് കേട്ട ഉടനെ അരുൺ ആകെ ഞെട്ടി. ഇതൊക്കെ എന്താ സംഭവിച്ചെന്നറിയാതെ ആകെ ഞെട്ടിലോടങ്ങ് നിൽക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നല്ലോ, കുട്ടി എവിടെ എന്ന് ചോദിച്ചതും ആ കുട്ടിയും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടെന്നാ പറഞ്ഞു കേട്ടത് എന്നറിയിച്ചു. ഉടനെ ഈ നിങ്ങൾ വിശദീകരിച്ച് നിൽക്കാതെ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുക എന്ന് ജയേഷ് ദേഷ്യത്തോടെ അവരോട് അറിയിച്ചു. അവരത് കേട്ടപാടെ വേഗം തന്നെ ജയേഷുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. അങ്ങനെ അവരവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആകെ ആശങ്കയോടെ സങ്കടത്തോടെയും എന്താ സംഭവിച്ചെന്നറിയാതെ വേഗം തന്നെ അരുൺ ഇതിന്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ജയേഷാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ സത്യത്തിൽ എവിടേക്കാണ് അശ്വതി പോയതെന്നറിയാതെ ആശങ്കപ്പെടുന്നു. അശ്വതി എവിടേക്ക് പോയെന്ന് അറിയാത്തതിന്റെ ടെൻഷനിൽ ജയേഷ് ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ആകെ നിരാശയോടെ വേഗം തൻ്റെ ഫോൺ എടുത്ത് അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. അശ്വതിയും കുഞ്ഞും എവിടേക്ക് പോയെന്ന് അറിയുവാനായി ജയേഷിന്റെ സംസാരങ്ങൾ ജയേഷ് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന ആശങ്കയോടെ ഉടനെ തന്നെ ജയേഷ് പറഞ്ഞിട്ട് പോയതൊക്കെ വിശ്വസിക്കാനാകാതെ അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ടും അശ്വതി കോൾ എടുക്കുന്നില്ല. ആകെ ടെൻഷനോടെ അശ്വതി കോൾ എടുക്കാത്തതിന്റെ വിഷമത്തിൽ വേഗം വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് അരുൺ പുറപ്പെടുന്നു. അരുൺ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുന്ന സമയത്ത് വളരെയേറെ രാത്രി വളരെ വൈകി കഴിയുമ്പോഴും ഇത്രയും നേരമായിട്ടും അശ്വതിയെക്കുറിച്ചോ മോളെക്കുറിച്ചോ യാതൊരു വിവരവും അറിയാതെ അരുൺ ആകെ നിരാശയിലായി. അപ്പോഴാണ് പുറത്തു പോയ
അമൃതയും ആ ആദിയും കൂടി തിരികെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നു. ആനന്ദനിലയത്തിലേക്ക് തിരികെ വരുന്ന സമയത്ത് അശ്വതിയെക്കുറിച്ചുള്ള വാർത്ത കേട്ട് അത് വിശ്വസിക്കാനാകാതെ അമൃത ചോദിച്ചു, അല്ല ആദിയേട്ടാ, അതെങ്ങനെ ശരിയാകും? അശ്വതി അങ്ങനെ ജയേഷിനെ കൊല്ലാനായി ശ്രമിച്ചെന്ന് പറഞ്ഞാൽ, ജയേഷിന്റെ കൈക്കിട്ട് അശ്വതി വെട്ടുകൊടുത്തെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാനാകുന്നില്ല. ജയേഷുമായിട്ടുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചു, അല്ലെങ്കിൽ ജയേഷ് വിവാഹവും ആലോചിച്ച് കൊണ്ട് അശ്വതിയുടെ പിന്നാലെ നടക്കുന്ന വിവരമൊക്കെ കേട്ടതാണല്ലോ എന്ന് അമൃത പറഞ്ഞു. അത് കേട്ടതും ആദിത്യം പറഞ്ഞു, നമ്മൾ എന്തിനാ അവരെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്? അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. അശ്വതിയും മോളും, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. താൻ മറ്റെന്തെങ്കിലും പറ എന്ന് അമൃതയോട് ആദിത്യൻ അറിയിച്ചു. അപ്പോഴേക്കും അമൃത അതിനെക്കുറിച്ച് ഓർത്ത്, എന്നാലും ആ പാവം കുഞ്ഞ് എന്നൊക്കെ ഓർത്ത് വിഷമിച്ചങ്ങനെ നിൽക്കുമ്പോഴാണ് വഴിയരികിൽ ആരെയും കാണാതെ വിഷമിച്ച് നിൽക്കുന്ന ശ്രീകുട്ടിയെ അമൃത കണ്ടത്. വേഗം അമൃതയും ആദിയുടെയും കാർ പാസ് ചെയ്ത് പോയി കഴിയുമ്പോഴേക്കും ആ നിൽക്കുന്നത് മോളാണെന്ന് മനസ്സിലാക്കിയതോടെ, അയ്യോ അത് ശ്രീകുട്ടിയല്ലേ, ആദിയുടെ വണ്ടി നിർത്തിക്കേ എന്ന് പെട്ടെന്ന് അമൃത ആദിയുടെ കാര്യം പറയാതെ വണ്ടി നിർത്താനായി ആവശ്യപ്പെട്ടു. എന്താ എന്താ അമൃത, എന്താ കാര്യം എന്ന് അമൃതയോട് വീണ്ടും ആദ്യത്തിന് അന്വേഷിച്ചു. അപ്പോഴേക്കും അമൃത പറഞ്ഞു, ആദ്യയുടെ വണ്ടി റിവേഴ്സ് എടുത്തേ. അങ്ങനെ ആദിയെ കൊണ്ട് നിർബന്ധപൂർവ്വം വണ്ടി റിവേഴ്സ് എടുപ്പിച്ച് അമൃത ശ്രീകുട്ടി നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തി. അവിടെ വണ്ടി എത്തിയതും വേഗം തന്നെ ഡോർ തുറന്ന് അമൃത അരികിലേക്ക് ഓടിയെത്തി. മോളെ ശ്രീകുട്ടിയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശ്രീകുട്ടി അമൃത നോക്കിയിട്ട് പറഞ്ഞു, അതെ ഞാൻ ശ്രീകുട്ടിയാണ്. അല്ല മോളെന്താ എവിടെ നിൽക്കുന്നത് എന്ന് ഉടനെ അമൃത അന്വേഷിച്ചു. അത് പിന്നെ ഞാൻ എൻ്റെ അമ്മയെ നോക്കി നിന്നതാ, അമ്മയെ കണ്ടില്ല ആൻറ്റി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അശ്വതിയെ അന്വേഷിച്ച് നിൽക്കുന്ന മോളെ കണ്ടതും അമൃതയ്ക്ക് ആകെ വിഷമമായി. ഉടനെ അമൃത അശ്വതിയെ ഇത്രയും നേരമായിട്ടും കണ്ടെത്താൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് മോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ആദിത്യനെ അമൃത നോക്കുന്നു. അമൃതയുടെ നോട്ടം കണ്ടതും ആദിത്യൻ ദേഷ്യത്തോടെ അമൃതയെ നോക്കി. അമൃത, താനിങ്ങി വന്നേ, എന്താ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നമ്മൾ എന്തിനാ ഇടപെടുന്നത് എന്ന് ആദിത്യൻ അമൃതയെ ശകാരിക്കുന്നു. അപ്പോഴേക്കും അമൃത പറഞ്ഞു, ആദിയേട്ടാ ഇത് ആവശ്യമില്ലാത്ത കാര്യമല്ല, മോളുടെ കാര്യമല്ലേ, വാ ആദിയേട്ടാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അമൃത ആദിയോട് ഇറങ്ങി വരാനേ ആവശ്യപ്പെട്ടു. ആദിത്യൻ പറഞ്ഞു, അമൃത വന്നേ, നമുക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടും ആദിയോട് വീണ്ടും അമൃത ചോദിച്ചു, ആദിയേട്ടൻ ഈ മോളെ കണ്ടില്ല എന്നടിച്ച് പോകാനാകുമോ? അങ്ങനെ നമുക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് വെറുതെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചിട്ട് പോകേണ്ട കുട്ടിയാണോ ഇത് എന്ന് ആദിയേട്ടനോട് അമൃത ചോദിച്ചു. ആദിക്ക് അമൃതയുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ ആദി അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം അമൃത ഒരു തീരുമാനം ആദിയോട് പറഞ്ഞു. ആദിയേട്ടാ, നമുക്ക് മോളെ ആനന്ദ നിലയത്തിലേക്ക് കൊണ്ടുപോകാം, ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം, അതിനുശേഷം അശ്വതിയെ അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടെ ആദിത്യം പറഞ്ഞു, അമൃത എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? ഈ കുട്ടിയെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നിനക്കറിയില്ലേ? അമ്മ ഒരിക്കലും ഇതിനെ അംഗീകരിക്കില്ല, ഇത് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞതും അമൃത ആദിയോട് പറഞ്ഞു, ആദിയേട്ടാ മറ്റൊന്നും ആലോചിക്കണ്ട, ഈ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞ്, ആ കുഞ്ഞിനെ ഈ സമയത്ത് പെരുവഴിയിൽ ഉപേക്ഷിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമുക്കും ഉണ്ടല്ലോ ഒരു മോള്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആദിയേട്ടാ, ഈ കുഞ്ഞിനെ ഈ പെരുവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് കഴിയില്ല. ഇത് കാരണത്താൽ എന്ത് സംഭവിച്ചാലും ഞാൻ ഏറ്റോളാം. ആദിയേട്ടൻ തൽക്കാലം വണ്ടി എടുക്ക എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ആദിയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് അമൃത ശ്രീകുട്ടിയുമായി അവിടെ നിന്ന് പുറപ്പെടുന്നു. ശ്രീകുട്ടിയും ആദിത്യനും ഒപ്പം അമൃതയും അവിടെ നിന്ന് ആനന്ദ നിലയത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ സമയത്ത് ആനന്ദ നിലയത്തിൽ എത്തിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു ആദിത്യൻ. വീട്ടിലേക്ക് വണ്ടി വന്നു നിന്നതും വേഗം അമൃത അവിടെ വെച്ച് ഉണ്ടാകാൻ പോകുന്ന വസുന്ധരയുടെ പ്രതികരണത്തെക്കുറിച്ച് ഓർത്ത് ഭയന്നെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയത്തില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചുകൊണ്ട് അമൃത വേഗം കാറിൽ നിന്നിറങ്ങി. ഈ സമയത്ത് ഐശ്വര്യ കാറുമായി അവിടേക്ക് വന്നത് ആരാണെന്നറിയാൻ നോക്കുമ്പോൾ അമൃതയും ആദിത്യനും കാറിൽ നിന്നിറങ്ങിയതോടെ അമൃത ആരെയോ കാറിൽ നിന്നിറക്കുന്നതായിട്ട് ഐശ്വര്യ ശ്രദ്ധിച്ചു. ആരായിരിക്കും എന്ന ആശങ്കയോടെ നോക്കുമ്പോൾ അമൃത ശ്രീകുട്ടിയെയും വിളിച്ച് കാറിൽ നിന്നിറങ്ങി. ഇത് കണ്ടതോടെ ഐശ്വര്യ പെട്ടെന്ന് ഓർത്തു, ഇത് അവളല്ലേ, ആ അശ്വതിയുടെ മകള് ശ്രീകുട്ടി. അല്ല, ഇതെന്താ ഈ കാണിക്കുന്നത്? ആദ്യേട്ടന്റെ കാമികൂടി കൊച്ചുമായിട്ട് അമൃതയെടുത്ത് ഇങ്ങോട്ട് വരുന്നോ? ഇത് എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഐശ്വര്യ വേഗം ആനന്ദവർമ്മയുടെയും വസുന്ധരയുടെയും അരികിലേക്ക് ഓടിയെത്തുന്നു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടേക്ക് ഐശ്വര്യ ഓടി വന്നതും, എന്താ മോളെ, എന്താ കാര്യം എന്ന് വസുന്ധര അന്വേഷിച്ചു. ഉടനെ തന്നെ ഐശ്വര്യ വന്ന് ആദിത്യനോടും വസുന്ധരയോടും പറഞ്ഞു, അതെ, ഇവിടെ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവം നടക്കാൻ പോവാ, ഞാൻ എന്തായാലും ഇതൊരിക്കലും അംഗീകരിച്ചു തരില്ല. അത് കേട്ട ഉടനെ വസുന്ധര ചോദിച്ചു, എന്താ മോളെ, എന്താ, നീ കാര്യം പറ, നീ കാര്യം വ്യക്തമായിട്ട് പറ എന്ന് പറഞ്ഞതും അമൃത അവിടെ ശ്രീകുട്ടിയുമായി വന്ന വിവരം ഐശ്വര്യ പറഞ്ഞു. അവിടെ അമൃതയെടുത്തി ആദിയേട്ടന്റെ കാമുകിയുണ്ടല്ലോ, ആ അശ്വതി, അവളുടെ മകളുമായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അത് കേട്ട ഉടനെ വസുന്ധരയ്ക്കും ആനന്ദവർമ്മയ്ക്കും ആകെ ടെൻഷനായി. പെട്ടെന്ന് ആദിയും അമൃതയും ആ ശ്രീകുട്ടിയുമായിട്ട് അകത്തേക്ക് കയറി വന്നു. ഇത് കണ്ടതോടെ
ഉടനെ ആദിത്യനകത്തേക്ക് കയറി വരുമ്പോൾ അമൃതയോട് പറഞ്ഞു, അമൃത, ഇതിനെ ചൊല്ലി ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന്റെ എല്ലാ ഉത്തരവാദിത്വം അമൃതയ്ക്ക് മാത്രമാണ് എന്ന് ആദിത്യൻ പറഞ്ഞത് അമൃത അക്ഷരം വരി സമ്മതിച്ചു. ശരി, ഞാൻ ഏറ്റു ആദിയേട്ടാ, എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം ഞാൻ ഏറ്റു എന്ന് അമൃത വാക്ക് നൽകി. അങ്ങനെയാണ് അകത്തേക്ക് കയറിയെത്തിയത്. അപ്പോഴേക്കും ആദിത്യൻ കുഞ്ഞുമായി വരുന്നത് കണ്ട് വസുന്ധര ആകെ കലിയോടെ, ആദി, നീ എന്താ ഈ ചെയ്തത് എന്ന് ദേഷ്യപ്പെട്ടു. ഉടനെ ആദിത്യന് നേരെയുള്ള വസുന്ധരയുടെ കോപം കണ്ടുകൊണ്ട് അമൃത പറഞ്ഞു, അമ്മേ, അമ്മ വെറുതെ ആദിയേട്ടനെ വഴക്ക് പറയണ്ട, ഞാനാ ഈ കുട്ടിയെ വിളിച്ചോണ്ട് വന്നത്. അത് കേട്ട ഉടനെ വസുന്ധര പറഞ്ഞു, എന്താ അമൃതെ, നീ എന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് വസുന്ധര ദേഷ്യപ്പെട്ടതും അമൃത പറഞ്ഞു, അമ്മേ, എനിക്കറിയാം, പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിനെ പെരുവഴിയിൽ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ലമ്മേ. ഞങ്ങൾ വഴിയിലൂടെ വരുന്ന സമയത്ത് അവിടെ ഈ കുഞ്ഞ് തനിച്ചു നിൽക്കുകയാണ് അതിന്റെ അമ്മയെ അന്വേഷിച്ച്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ കുഞ്ഞ് അതിന്റെ അമ്മയെ അന്വേഷിച്ച് പെരുവഴിയിലൂടെ നടന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് അമ്മയ്ക്കറിയാവല്ലോ. അമ്മയും അച്ഛനും ഒന്നുമല്ലെങ്കിൽ 3 മക്കളുടെ അച്ഛനമ്മമാരല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ഈ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല എന്ന് പറഞ്ഞിട്ടും ആനന്ദവർമ്മ പറഞ്ഞു, മോളെ, എന്നാലും നീ ഇപ്പൊ ചെയ്തത് വലിയൊരു അബദ്ധമായി പോയില്ലേ എന്ന് പറയുമ്പോൾ ഉടനെ ആദിത്യം പറഞ്ഞു, അച്ഛാ, ഞാൻ അമൃതയോട് പറഞ്ഞതാണ് ഈ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ച്. പക്ഷേ അത് അമൃത അംഗീകരിക്കാൻ തയ്യാറായില്ല. ഉടനെ ഐശ്വര്യ പറഞ്ഞു, ഇവളെ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കണം, ഈ കുട്ടി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഐശ്വര്യ പറഞ്ഞത് കേട്ട് അമൃത പറഞ്ഞു, ഐശ്വര്യക്ക് എങ്ങനെ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? എനിക്കും ഒരു പെൺകുട്ടി ഉള്ളതാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ സമൂഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ നമുക്ക് ഒരിക്കലും ഒരു പെൺകുഞ്ഞിനെ ഈ അവസ്ഥയിൽ തനിച്ച് ഒരു രാത്രിയിൽ പെരുവഴിയിൽ നിർത്താൻ കഴിയുമോ? ഒന്നുമല്ലെങ്കിലും ഒരമ്മയ്ക്ക് മാത്രമേ അതിന്റെ വേദന അറിയൂ. നൊന്ത് പ്രസവിച്ച ഒരമ്മയ്ക്ക് മാത്രമേ ഒരു കുഞ്ഞിനെ ആ അവസ്ഥയിൽ കാണുമ്പോൾ അതിന്റെ പിടച്ചിൽ മനസ്സിലാക്കാൻ കഴിയൂ. ഒന്നുമല്ലെങ്കിലും അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ? അമ്മയ്ക്കും മക്കളുള്ളതല്ലേ? ഐശ്വര്യക്ക് കുട്ടികളില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഒരു അമ്മയുടെ മനസ്സെങ്കിലും ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു പ്രശ്നത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ എന്ന് അമൃത എല്ലാവരോടുമായി പറഞ്ഞു. ആനന്ദവർമ്മയ്ക്കും വസുന്ധരയ്ക്കും അമൃതയുടെ വാക്കുകളെ എങ്ങനെ നേരിടണമെന്നറിയാതെ മറുപടി പറയാനില്ലാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ വസുന്ധര പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമൃത, നീ ചെയ്തത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന നീ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ നീ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാകും എന്ന് അമൃതയോട് വസുന്ധര ചോദിക്കുമ്പോൾ ഉടനെ ഐശ്വര്യ ചോദിച്ചു, എന്തെല്ലാ കാര്യങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ട് എന്താണെന്ന് എനിക്കൂടെ അറിയണം അമ്മേ. എന്ത് കാര്യങ്ങളാണെന്ന് എനിക്കൂടെ പറഞ്ഞതാ, എനിക്കും അറിയണം. ഇവിടെ പലരും പലതും മറച്ചു വെക്കുന്നുണ്ട്. എന്താണ് ആ സത്യമെന്ന് എനിക്കും അറിയണം. ഞാൻ അറിയാത്ത എന്ത് കാര്യങ്ങളാണ് അമൃതയടുത്തേക്ക് അറിയാവുന്നത്? അമ്മ തുറന്നു പറ എന്ന് അമൃത പറയുന്നത് കേട്ട്, അമൃതയോട് വസുന്ധര സംസാരിക്കുന്നത് കേട്ട് ഐശ്വര്യ തന്റെ ആവശ്യം വസുന്ധരയ്ക്ക് മുന്നിൽ വെക്കുന്നു. വസുന്ധര അത് കേട്ടതോടെ എന്ത് പറയുമെന്നോർത്ത് ആ വാക്കുകൾക്ക് ആകെ പഞ്ഞം അനുഭവപ്പെട്ടതുപോലെ ഉത്തരം മുട്ടി വസുന്ധരയും നിൽക്കുന്നു.